കീം വീണ്ടും അപേക്ഷിക്കാം. കീം 2026 വീണ്ടും അപേക്ഷ സമർപ്പിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത എല്ലാവർക്കും വീണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട. എൻജിനീയറിങ്ങിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും പ്രോസസ്സ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വീണ്ടും ചെയ്യാനല്ല, എൻജിനീയറിങ് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് ഇപ്പോൾ പറയുന്നത് മെഡിക്കൽ അനുബന്ധ കോഴ്സ്, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കും പ്രവേശനം ആഗ്രഹിക്കുന്ന നീറ്റ് അപ്പിയർ ചെയ്ത ആളുകൾക്ക് ഇത് കൊടുക്കാം. നീറ്റ് അപ്പിയർ ചെയ്ത ആളുകൾ എന്ന് പ്രത്യേകം പറയുമ്പോൾ നീറ്റ് അപ്പിയർ ചെയ്ത ആളുകൾക്ക് മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. അതുകൊണ്ട് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ പ്രവേശനം തേടുന്ന ആളുകൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ വേണമെങ്കിൽ കൊടുക്കാനുള്ളൊരു സുവർണാവസരമാണ് ഇത്. ആദ്യം മുതൽ അപേക്ഷ സമർപ്പിക്കാമെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, നീറ്റ് എഴുതിയിട്ടുണ്ട്, കീമിന് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല, അങ്ങനത്തെ ആളുകൾ മറന്നുപോയി, അല്ലെങ്കിൽ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒന്നും നടന്നില്ല, ദെൻ അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത് തന്നെ ധാരണയിൽ വന്നതെങ്കിൽ അവർക്ക് ഇത് കൊടുക്കാം, ഉറപ്പായിട്ടും കൊടുക്കാം. അപ്പോൾ പുതുതായിട്ട് നമ്മൾ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിൻ്റെ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് 2026 കയറി പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കിൽ കയറി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒന്ന്. രണ്ടാമത്തത്, ഓൾറെഡി എൻജിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ ഏതെങ്കിലും കോഴ്സിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, നീറ്റ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ദെൻ അങ്ങനെ നോക്കുമ്പോൾ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ അപേക്ഷ കൊടുത്തിട്ടില്ല. എൻജിനീയറിങ്ങും ഫാർമസിയും ആർക്കിടെക്ചറും കൊടുത്തു, നീറ്റ് പുറമെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ ആഡ് ചെയ്യാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ധാരണയിൽ വരാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ മെഡിക്കൽ അനുബന്ധ കോഴ്സ് കൂടി ആഡ് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. അതിനും ഇതേ വെബ്സൈറ്റിൽ കയറി കോഴ്സ് ആഡ് ചെയ്യാനുള്ള ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി, പുതുതായിട്ട് കൊടുത്താൽ മതി. അതോടൊപ്പം NRI കാറ്റഗറി, അതുപോലെ കാറ്റഗറി ക്ലെയിം ഒക്കെ ഉള്ള ആളുകൾ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം, കാറ്റഗറി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൈനോറിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടാവില്ല, NRIയും മൈനോറിറ്റിയും. അത് ആളുകൾ എന്ത് ചെയ്യുക, ഈ സൈറ്റിൽ കയറിയിട്ട് വീണ്ടും കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ കയറി അപേക്ഷയിൽ കയറി അത് ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ഡോക്യുമെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഈ കാറ്റഗറി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാറ്റഗറി ക്ലെയിം ചെയ്യാൻ പറ്റാതിരുന്ന ആളുകളോ നഷ്ടപ്പെട്ടു പോയ ആളുകളോ ഇനി അത് വീണ്ടും കിട്ടൂല. ഇതൊരു ലാസ്റ്റ് അവസരമാണ്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തി അപേക്ഷയിലെ അപാകത പരിഹരിച്ച് അഡ്മിഷന് വേണ്ടി തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരു സുവർണാവസരമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മാർക്ക് ആഡ് ചെയ്യൽ വരും. ഇനിയിപ്പോൾ ഈ കാറ്റഗറി അപേക്ഷ സമർപ്പിക്കലും അതുപോലെ കാറ്റഗറി ക്ലെയിം ചെയ്യലൊക്കെ കഴിഞ്ഞാൽ അടുത്ത സംഭവിക്കാൻ പോകുന്നത് എന്താ, നീറ്റിൻ്റെ സ്കോർ ആഡ് ചെയ്യണം സൈറ്റിൽ. അങ്ങനെ കയറിയാലേ കീം റാങ്കായി മാറുള്ളൂ. അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകുമെന്നത് മറക്കാതിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഓപ്ഷൻസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക, ചോയ്സസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ചോയ്സസ് ഫില്ല് ചെയ്യുമ്പോൾ ഇപ്പം മൈനോറിറ്റി മെറിറ്റിലുള്ള ആളുകളാണെങ്കിൽ മൈനോറിറ്റി നിങ്ങൾക്ക് സീറ്റുകൾ താഴെ തന്നെ കൊടുക്കാം. അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോട്ടൽ എല്ലാ അലോട്ട്മെൻറ്റും, നീറ്റും കീമും അഗ്രികൾച്ചറും എല്ലാമായിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു സംസാരം നമ്മൾ തിങ്കളാഴ്ച ഒരു ഫ്രീ വെബിനാർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ എല്ലാവരും കയറി കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കിട്ടും. എങ്ങനെ കൊടുക്കണം, ചോയ്സസ് ലിസ്റ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ സംശയങ്ങൾ, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കമ്പാരിസൺ, ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. ദെൻ ആ അവസരം ഉപയോഗപ്പെടുത്തുക, ഉറപ്പുവരുത്തുക. ബൈ ബൈ. Career Guru, molding your future.